ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഓരോ മുസ്ലിമും എങ്ങനെയാണ് എന്ന് നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും അവരുടെ വാദം ജയിക്കുന്നതിന് വേണ്ടി വായിൽ തോന്നുന്നത് വിളിച്ചു പറയും. ഇപ്പോൾ ഒരു കാക്ക തെമ്മാടിയാണോ, തെമ്മാടിച്ചിക്കുണ്ടായതാണോ, തെമ്മാടിക്കുണ്ടായതാണോ എന്ന് എനിക്കറിയില്ല. കാരണം കാക്ക ആ രൂപത്തിലൊക്കെയാണ് എന്നെ പ്രൊനൗൺസ് ചെയ്യുന്നത്. ഒരു പക്ഷേ കാക്കായ്ക്ക് അങ്ങനെ ഒരു നല്ല പാരമ്പര്യം കിട്ടാത്തതിലുള്ള അമർഷമായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാക്കായ്ക്ക് അങ്ങനത്തെ നല്ല തന്തയും തള്ളയും ഒന്നും കിട്ടാത്തത് കൊണ്ട് നല്ല തന്തയും തള്ളയും ഒക്കെ കിട്ടിയവരോടുള്ള അരിശമായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. അപ്പൊ കാക്ക എനിക്ക് മറുപടിയുമായിട്ട് വന്നിട്ടുണ്ട്. ഒരു യഥാർത്ഥ മുസ്ലിമാണ് എന്ന് അദ്ദേഹത്തിന്റെ വാചകത്തിൽ തന്നെയുണ്ട്. അദ്ദേഹം അത് പറഞ്ഞതിന് ഞാനത് കാണിച്ചു തന്നതിന് ശേഷം എനിക്ക് എന്താണ് പറയാനുള്ളത് ആ വിഷയത്തിൽ എന്ന് ഞാൻ പറയാം. ഓക്കെ, ഇപ്പോൾ എനിക്ക് മറുപടി പറയാൻ വേണ്ടിയിട്ട് ആളെ ഇറക്കിയിരിക്കുകയാണ്. പക്ഷെ ഇറക്കിയ ആളെ പോരാ കേട്ടോ. നോക്കിയോ, ഞാൻ കൽപ്പിച്ചു തരാം. ഖുർആനിൽ എന്തെങ്കിലും അറിവുള്ള ആളെ ഇറക്കണ്ടേ? ഇറക്കുമ്പോൾ ഒരാളെ വിമർശിക്കണമെങ്കിൽ അവരെന്താണ് ആ വിഷയത്തിൽ പറഞ്ഞത് എന്നെങ്കിലും അറ്റ്ലീസ്റ്റ് എന്ന് നോക്കിയിട്ടും കണ്ടിട്ടും വേണം മറുപടിയുമായി വരാൻ. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റ് 2018-2019 സമയത്താണ് കോഴിക്കോട് കടപ്പുറത്ത് വെച്ചിട്ടാണ് നടന്നത്. ആ സമയത്ത് 1 മണിക്കൂർ അടങ്ങുന്ന ഡിബേറ്റാണ് ഉണ്ടായിരുന്നത്. അപ്പം എൻ്റെ കൂടെ 2 മുസ്ലിം പുരോഹിതന്മാരുണ്ടായിരുന്നു, ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. ഞങ്ങൾ ഡിബേറ്റ് വെച്ചു. അപ്പോൾ ഓഡിയൻസിന് ചോദിക്കാൻ അവസരമുണ്ടായിരുന്നു. അപ്പോൾ എന്നോടായിരുന്നു അധിക ചോദ്യങ്ങളും വന്നത്. ആ ചോദ്യങ്ങൾക്കൊടുവിൽ ഒരു യുവാവ് വൈകാരികമായി ചില വസ്തുതകൾ പ്രതികരിക്കുന്നുണ്ട്. മോദിയുടെയും അമിത്ഷായുടെയും കയ്യിൽ നിന്നൊക്കെ പൈസ വാങ്ങിച്ചിട്ടാണ് ഞാൻ ഇസ്ലാമിനെ വിമർശിക്കുന്നതെന്നൊക്കെ. പോട്ടെ, അജ്ഞരായിട്ടുള്ള ആളുകൾ എന്താ അവർക്ക് പറയാൻ വയ്യാത്ത. അപ്പോൾ ഒരു കാക്ക വന്നിട്ടുണ്ട് മറുപടിയുമായി. സലഫി മദ്രസയിൽ പഠിച്ചു, ഖുർആൻ അങ്ങനെ കലക്കി കുടിച്ചിട്ടുണ്ട്. അല്ല, അവള് ഇവള് എന്നൊക്കെയാണോടാ നിന്റെ തന്തയും തള്ളയൊക്കെ നിന്നെ പഠിപ്പിച്ചിരിക്കുന്നത്? സ്ത്രീയെ നിന്റെ മതം ഒരു പക്ഷേ പേറിയന്ത്രമായി കാണാൻ പറഞ്ഞിരിക്കും. ഞാൻ നിനക്ക് സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. അപ്പൊ അവള് ഇവള് എന്നൊക്കെ നീ എന്നെ എങ്ങനെ പറയൂടാ? എങ്ങനെ പറയൂടാ? ഇതാണോടാ നിന്നെ 5 നേരം ഉച്ചയും കുത്തി മറിയുന്നിടത്ത് പഠിപ്പിച്ചു തരുന്ന സംസ്കാരം? ഇതാണോടാ നീ പഠിച്ചു വെച്ചിരിക്കുന്നത്? ഇതുകൊണ്ടാടാ നിന്റെയൊക്കെ മതത്തെ പറയുന്നത്. നിന്റെ മതപരമായിട്ടുള്ള സംസ്കാരം എന്താണ് എന്ന് ഞങ്ങളുടെയൊക്കെ ഓരോ വീഡിയോയുടെയും താഴെ നിന്റെയൊക്കെ വൃത്തികെട്ട രൂപത്തിലുള്ള കമന്റ്സ് വരുന്നുണ്ട്. അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാത്ത, പബ്ലിക്കിൽ ഒരു സ്ത്രീയെ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യണമെന്ന് പോലും അറിയാത്ത നിന്നെ പോലെയുള്ള നാറികളെ വലിച്ചു കീറേണ്ടത്, നാറിയ മതത്തെ വലിച്ചു കീറേണ്ടത് എന്റെ ദൗത്യമാണ്. നിങ്ങളുടെ സംസ്കാരം എന്താണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത്. അതാണ് ഞാൻ ചെയ്യുന്നത്. അവന്റെ വാക്ക് കേട്ടോ, അവന്റെ വീറും വാശിയും. ഇവള് കുറച്ച് സലഫി മദ്രസയിൽ പഠിച്ചു, ഖുർആൻ അങ്ങനെ കലക്കി കുടിച്ചിട്ടുണ്ട്. അപ്പൊ തെറ്റായിട്ട് വാക്കുകൾ പറയുന്നുണ്ട്. ഖുർആന്റെ ആയത്ത് മുഴുവൻ നോണേ പറയുന്നത്. മാൻ ഖത്തല നഫ്സൻ ബി ഗൈരി നഫ്സിൻ ഫസാദിൻ ഫിൽ അർദ്. ഞാൻ കേട്ടതാണ്. അവിടെ മാൻ ഖത്തല നഫ്സ് എന്ന് പറഞ്ഞോടത്ത് ഞാൻ കേട്ടതാണ് എന്നല്ലേ ഇയാൾ പറയുന്നത്? അയാൾ പറഞ്ഞ വാചകം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് വേറൊരു വാചകമാണ്. ഈ വാചകം ഞാൻ ആ ഡിബേറ്റിനകത്ത് പറഞ്ഞിട്ടേ ഇല്ല. മനസ്സിലായോ? പറഞ്ഞുതരാം. മൻ ഖത്തല മുസ്ലിം എന്നാക്കി. അപ്പൊ എന്താ മൻ ഖത്തല മുസ്ലിമൻ എന്ന് ഞാൻ ആക്കിയെന്നല്ലേ? അങ്ങനെ ഒരു മുസ്ലിമൻ എന്ന പദമേ ഞാൻ ഇവിടെ പ്രയോഗിച്ചിട്ടില്ല. അപ്പൊ ആരാണ് കളവ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ആരാണ് കളവ് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. ഞാൻ കേട്ടതാണ്. ഞാൻ പറഞ്ഞ വചനം എന്നുള്ള വചനമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഈ വചനം പറഞ്ഞിട്ടില്ല. ഓക്കെ, അവിടെ മാൻ ഖത്തല നഫ്സ് എന്ന് പറഞ്ഞോടത്ത് മാൻ ഖത്തല മുസ്ലിം എന്നാക്കി. രണ്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവള് കുറച്ച് സലഫി മദ്രസയിൽ പഠിച്ചു, ഖുർആൻ അങ്ങനെ കലക്കി കുടിച്ചിട്ടുണ്ട്. അപ്പൊ തെറ്റായിട്ട് വാക്കുകൾ പറയുന്നുണ്ട്. ഖുർആന്റെ ആയത്ത് മുഴുവൻ നോണേ പറയുന്നത്. മാൻ ഖത്തല നഫ്സൻ ബി ഗൈരി നഫ്സിൻ ഫസാദിൻ ഫിൽ അർദ്. മൻ ഖത്തല നഫ്സൻ അല്ലേ? ബി ഗൈരി, ഞാൻ ആ പദമല്ല, മുത്തഅമ്മിദൻ എന്ന പദമാണ് ഞാൻ പ്രയോഗിച്ചത്. നീ അയാൾ പറയണ കേട്ടോ? ഞാൻ കേട്ടതാണ്. ഞാൻ കേട്ടതാണെന്ന്. 5 നേരം ഉച്ചയും കുത്തി മറിയുന്നവൻ നുണ പറയേണ്ടടാ കളവ.
എന്ന് പറഞ്ഞോടത്ത് ഓള് മൻ ഖത്തല മുസ്ലിം എന്നാക്കി. മൻ ഖത്തല മുസ്ലിമൻ എന്ന് ഞാനാക്കി എന്നല്ലേ? ആരാണ് കളവ് പറയുന്നത് എന്ന് നിങ്ങൾ നോക്കിക്കോ. വാചകം ശ്രദ്ധിക്കണം. മൻ ഖത്തല മുഅ്മിനൻ, സത്യവിശ്വാസിയെ ഒരുത്തൻ കൊല. എവിടെയാ മുസ്ലിമൻ എന്നാക്കിയത്? ഇനി ഈ വചനം ഖുർആനിൽ ഉണ്ടോന്നല്ലേ? കാണിച്ചു തരാം. മനഃപൂർവം ഒരു വിശ്വാസിയെ ഒരാൾ കൊല ചെയ്താൽ, ഒരു മനുഷ്യനെ എന്ന് കാണിച്ചു തന്നാൽ, ഇന്ന് ഞാൻ ഈ ആദർശം ഇവിടെ അവസാനിപ്പിക്കാൻ തയ്യാറാണ്. ഖുർആൻ ഇതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനിയും ഇങ്ങനെ ഒരു വചനം ഖുർആനിൽ ഉണ്ടോ ഇല്ലേ എന്നല്ലേ? അതായത് മൻ യഖ്തുലു മുഅ്മിനൻ മുതഅമ്മിദൻ എന്നാണ് പറയേണ്ടത്. ഭൂതകാലവും ഭാവി കാലവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. മൻ ഖത്തല എന്നാണ് ഞാൻ പറഞ്ഞത് മാലി കാലമാണ്, അതായത് കഴിഞ്ഞു പോയ കാലം. മൻ യഖ്തുൽ എന്നായിരുന്നു, അതാണ് മുസ്തഖ്ബിൽ കാലഘട്ടം, വരാൻ പോകുന്ന ഭാവി. അപ്പൊ മൻ യഖ്തുൽ, മൻ ഖത്തല മുഅ്മിനൻ എന്ന് പറയാൻ ഞാൻ അങ്ങനെയാണ് പറഞ്ഞത്. ആക്ച്വലി ഖുർആൻ വചനമുള്ളത് മൻ യഖ്തുലു മുഅ്മിനൻ എന്നാണ്. മറ്റത് കൊന്നു, ഇത് കൊന്നാൽ, ഇത് മാത്രമേ വ്യത്യാസമുള്ളൂ. ഓക്കെ, ഇനി ഈ വചനം ഖുർആനിൽ ഉണ്ടോ ഇല്ലേ എന്നല്ലേ? 5 നേരം ഉച്ചയും കുത്തി മറിയുന്നവൻ ഏത് രൂപത്തിലാണ് പബ്ലിക്കിനെ നുണ പറഞ്ഞു പറ്റിക്കുന്നത് എന്നറിയണം. ഇവനെ മറുപടി അർഹിക്കുന്നില്ല. ഇവന്റെ ബാക്കി ഭാഗം കൂടി കേട്ടാലാണ് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കുക. പക്ഷേ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ഒരു വചനം ഖുർആനിൽ ഉണ്ടോ ഇല്ലേ എന്ന് പറയാൻ ഞാൻ ബാധ്യസ്ഥയാണ്. ഇതിനകത്ത് ഞാൻ വീണ്ടും പറയുന്ന വാചകം നിങ്ങൾ ശ്രദ്ധിച്ചോ. ഖുർആനിന്റെ പശ്ചാത്തലം, ഖുർആനിന്റെ വാചകം ഞാൻ എവിടെ നിന്നെങ്കിലും മുറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാം. ഖുർആനിന്റെ പശ്ചാത്തലം ഒരു മനുഷ്യനെ ആരെങ്കിലും വധിച്ചാൽ എന്നാണ് ഖുർആനിന്റെ പ്രയോഗം. മുഅ്മിനൻ എന്ന് ഖുർആനിൽ ഞാൻ കാണിച്ചു തരും. മുഅ്മിനൻ എന്ന് ഖുർആനിൽ ഞാൻ കാണിച്ചു തരും. ഖുർആനിൽ മുഅ്മിനൻ എന്ന് ഞാൻ കാണിച്ചു തരും. ഖുർആനിൽ മുഅ്മിനൻ എന്നുണ്ട്. ഖുർആനിൽ സത്യവിശ്വാസിയെ കൊന്ന. പിന്നെ ഖുർആനിന്റെ പശ്ചാത്തലം പറയേണ്ടത് ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. ഖുർആനിൽ വിശ്വാസികൾ എന്നല്ല ഉള്ളത് എന്ന് അയാൾ പറയുന്നത്. വിശ്വാസികൾ എന്ന് തന്നെയാണുള്ളത്. അയാൾ മനുഷ്യനെ എന്ന് മാറ്റി തിരുത്തി ഖുർആൻ ഒരു മാനവിക ബുക്കാക്കി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്കിനി ആ വചനം നോക്കാം. ഇയാള് പറയുന്ന വചനം ഇതാണ്. മിൻ അജിലി ദാലിക, ഈ വചനം നമുക്കുള്ളതല്ല. മിൻ അജിലി ദാലിക, അക്കാരണത്താൽ കത്തബ്നാ, നാം നിയമമാക്കി അലാ ബനി ഇസ്രായേല. ഇത് ബനു ഇസ്രായേലിയർക്കുള്ള നിയമമാണ്, ഇത് നമുക്കുള്ള നിയമമല്ല. മൻ ഖത്തല നഫ്സൻ ബിഗൈരി നഫ്സിൻ എന്നുള്ളത് വിശ്വാസികൾക്കുള്ളതല്ല, ലോകമാസകലമുള്ള വിശ്വാസികൾക്കുള്ള വചനമല്ല ഇത്. ഞാൻ പറഞ്ഞ വചനം ഞാൻ ചലഞ്ച് ചെയ്ത വചനം കാണിച്ചു തരാം. നോക്കിക്കോളൂ. നിസാ എന്ന് പറയുന്ന അധ്യായം 4-ാം അധ്യായം. ഞാനവിടെ എന്താ വിളിച്ചു പറഞ്ഞത്? വമൻ ഖത്തല എന്ന് പറഞ്ഞു. ആക്ച്വലി വമൻ യഖ്തുൽ എന്നായിരുന്നു. ഈ ഖത്തലയും യഖ്തുലും ഒന്ന് കൊന്നു കഴിഞ്ഞു, ഒന്ന് കൊന്നാൽ, ഈ 2 പദമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയത്. ഖത്തല പറഞ്ഞു. വമൻ ഖത്തല നഫ്സൻ, വമൻ ഖത്തല മുഅ്മിനൻ എന്ന് പറഞ്ഞു. വമൻ യഖ്തുൽ മുഅ്മിനൻ എന്നായിരുന്നു. നോക്കിക്കോ, ഞാൻ പറഞ്ഞു മുഅ്മിനൻ എന്ന് ഖുർആനിൽ ഞാൻ കാണിച്ചു തരുമെന്ന് പറഞ്ഞു. ദാ വമൻ യഖ്തുൽ മുഅ്മിനൻ മുതഅമ്മിദൻ ഫജസാഉഹു ജഹന്നം ഖാലിദൻ ഫീഹാ വഗളിബല്ലാഹു അലൈഹി വലഅനഹു വഅഅദ്ദ ലഹു അദാബൻ അളീമ. നോക്കിക്കോ, മനുഷ്യനെ എന്നുണ്ടോന്ന് നിങ്ങൾ നോക്ക്. ഇതിനകത്തെ മാനവികത നിങ്ങൾക്ക് തിരിച്ചറിയാം. ആരെങ്കിലും ഒരു സത്യവിശ്വാസിയെ മനഃപൂർവം കൊലപ്പെടുത്തുന്ന പക്ഷം അവനുള്ള പ്രതിഫലം നരകമാകുന്നു. അവിടെ മനുഷ്യനെ എന്നാണോ നിങ്ങൾ കണ്ടത്? വമയ്യഖ്തുൽ മുഅ്മിനൻ മുതഅമ്മിദൻ, മുഅ്മിനൻ വിശ്വാസിയെ, ഈ കളവൻ പറയണത് മുസ്ലിം എന്നാ, ഞാൻ മുസ്ലിം എന്നൊന്നും പറഞ്ഞിട്ടില്ല. ആരെങ്കിലും ഒരു സത്യവിശ്വാസിയെ, അതായത് മുസ്ലിമിന്റെ ജീവനാണ് അള്ളാഹുവിന്റെ പ്രധാനം, മനഃപൂർവം കൊലപ്പെടുത്തുന്ന പക്ഷം അവനുള്ള പ്രതിഫലം നരകമാകുന്നു. അവൻ അതിൽ നിത്യവാസിയായിരിക്കും. അവന്റെ നേരെ അള്ളാഹു കോപിക്കുകയും അവനെ ശപിക്കുകയും ചെയ്തിരിക്കുന്നു. കനത്ത ശിക്ഷയാണ് അവന് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. മനസ്സിലായോ? ഞാൻ അടുത്ത പദവും കൂടി പറഞ്ഞപ്പോൾ എന്റെ കൂടെ ഇരുന്ന ഡിബേറ്റർ ആയിട്ടുള്ള ഷമീമിന് ഖുർആൻ അറിയാത്തത് എന്റെ കുഴപ്പമാണോ? 2 പേരുണ്ടായിരുന്നു, മുജീബ് റഹ്മാനും ഉണ്ടായിരുന്നു. അവർക്ക് ഖുർആൻ അറിയാത്തത് എന്റെ കുഴപ്പമാണോ? ഞാൻ അടുത്ത പദവും കൂടി പറയുവാണ്. ഈ 2 പദവും അടുപ്പിച്ച് വന്നത് ഈ ഒരേ ഒരു വചനത്തിൽ മാത്രമേ ഉള്ളൂ.
വമൻ യഖ്തുലു മുഅ്മിനൻ മുതഅമ്മിദൻ ഫജസാഉഹു ജഹന്നം. ഞാൻ മുതഅമ്മിദൻ എന്ന പദം പറഞ്ഞപ്പോഴെങ്കിലും ഷമീമിന് മനസ്സിലാകുമായിരുന്നു ഇത് ഈ വചനം ഖുർആനിലുണ്ടെന്ന്. ഷമീം പറഞ്ഞു ആ വചനം ഖുർആനിലില്ല, അങ്ങനെ ഒരു വചനം ഖുർആനിലില്ല. അപ്പോഴേക്ക് ഓഡിയൻസ് ഇളകി. അമിത്ഷായുടെ കയ്യിൽ നിന്നും മോദിയുടെ കയ്യിൽ നിന്നും പണം വാങ്ങി എന്നൊക്കെ പറഞ്ഞു. അപ്പോ ഇനിയും ഞാൻ പറഞ്ഞല്ലോ, മുഅ്മിനൻ എന്ന് ഖുർആനിലില്ലെങ്കിൽ ഈ ആദർശ ജീവിതം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുമെന്നാ പറഞ്ഞേ. ഈ ആശയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുമെന്നാ പറഞ്ഞേ. ഇവിടെ പറഞ്ഞത് മനഃപൂർവം ഒരു മനുഷ്യനെ കൊന്നാൽ എന്നല്ല, മറിച്ച് മനഃപൂർവം ഒരു മുസ്ലിമിനെ കൊന്നാൽ എന്നാണ് ഖുർആൻ പറഞ്ഞത്. അതാണ് കളവൻ ഇപ്പൊ പൊക്കിയെടുത്തോണ്ട് വരുന്നത്. കാര്യം മനസ്സിലായോ? അപ്പോ മറ്റത് ബനു ഇസ്രായേലർക്കുള്ള നിയമമാണ്. അത് വേറെ നിയമമാണ്. ബനു ഇസ്രായേലരോട് മാത്രം വിളിച്ചിട്ട് പറയുന്നതാണ്. ഖുർആനിൽ അങ്ങനെ ആമായിട്ടും വചനങ്ങളുണ്ട്, ഖാസ്വായിട്ടും വചനങ്ങളുണ്ട്. അതായത് പൊതുവായിട്ടും ഉണ്ട് വചനങ്ങള്, അതല്ലാതെ പ്രത്യേകമാക്കപ്പെട്ടതുമുണ്ട്. നോക്കിക്കോ, ഇവള് കുറച്ച് സലഫി മദ്രസയിൽ പഠിച്ചു, ഖുർആൻ അങ്ങനെ കലക്കി കുടിച്ചിട്ടുണ്ട്. അവ തെറ്റായിട്ട് വാക്കുകൾ പറയുന്നുണ്ട്. ഖുർആന്റെ ആയത്ത് മുഴുവൻ നുണ പറയുന്നത്. മാൻ ഖതല നഫ്സൻ ബി ഗൈരി നഫ്സിൻ വ ഫസാദിൻ ഫിൽ അർദ്. ബിഗൈരി ഫസാദിൻ എന്നാണോ ഞാൻ പറഞ്ഞത്? ആണോ? മൻ ഖതല മുഅ്മിനൻ മുതഅമ്മിദൻ എന്നല്ലേ ഞാൻ പറഞ്ഞത്? ബിഗൈരി ഫസാദിലേക്ക് ആര് പോയി? ആ വചനം ആരെടുത്തു? അത് ബനു ഇസ്രായേലർക്കുള്ള വചനമാണ്. കേട്ടതാണ്. അവിടെ മാൻ ഖതല നഫ്സ് എന്ന് പറഞ്ഞോടത്ത് ഓൾ മൻ ഖതല മുസ്ലിം എന്നാക്കി. മുസ്ലിമൻ എന്ന് ഞാൻ ആക്കിയോ? മുസ്ലിമൻ എന്ന് ഞാൻ പറഞ്ഞോ? നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. മയ്യക്കത്തുൽ മുഅ്മിനൻ ഖുർആനിൽ ഉള്ളത് തന്നെയല്ലേ? മുഅ്മിനൻ എന്ന പദം ഞാൻ കാണിച്ചു തന്നില്ലേ? മുഅ്മിനൻ എന്ന് പറഞ്ഞാൽ വിശ്വാസി. വിശ്വാസി എന്ന് തന്നെയല്ലേ ഞാൻ പറഞ്ഞു? ഞാൻ മുസ്ലിമൻ എന്ന് പറഞ്ഞോ? എന്താ എന്തും പറയാൻ തയ്യാറുള്ള ഒരു തമ്മാടി. എന്തും ആ പദം കൂടി പറ, അപ്പോഴേ നീ മുസ്ലിം ആകും. അവിടെ മാൻ ഖതല നഫ്സ് എന്ന് പറഞ്ഞോടത്ത് ഓൾ മൻ ഖതല മുസ്ലിം എന്നാക്കി. അപ്പൊ എന്താ എന്തും പറയാൻ തയ്യാറുള്ള ഒരു തെമ്മാടിച്ചിയാണ് ഈ ജാമിദ. തെമ്മാടിച്ചി നിന്റെ തള്ള, തെമ്മാടി നിന്റെ തന്ത, പിന്നെ നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിനക്ക് സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ അവരൊക്കെ ആയിരിക്കും മുഹമ്മദിന്റെ ചര്യ അനുസരിച്ച് തെമ്മാടിത്തരം ചെയ്ത് സമൂഹത്തിൽ ജീവിക്കുന്നത്. കേട്ടോ, തെമ്മാടിച്ചി എന്നൊക്കെ നിന്റെ തള്ളയുടെ മുഖത്ത് നോക്കി വിളിക്കണം. ചത്തുപോയെങ്കിൽ കബറിൽ നിന്ന് തോണ്ടിയെടുത്തിട്ട് അവളെ വിളിക്കണം തെമ്മാടിച്ചിന്ന്. എന്നെയല്ല വിളിക്കേണ്ടത്. ഞാൻ അന്തസ്സായിട്ട് പഠിച്ച് വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന ആളാ. നിന്റെ ഈ തെമ്മാടിത്തരം പിടിച്ച ഈ ആശയം ജനങ്ങളെ പഠിപ്പിക്കുക എന്ന സാഹസികമായ ജോലി ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ആളാ ഞാൻ. തെമ്മാടിച്ച് ആരടാ തെമ്മാടിത്തരം നീ അല്ലടാ തെമ്മാടിത്തരം പറഞ്ഞത്. ഞാൻ മുസ്ലിം എന്നെന്ന് എവിടെ പറഞ്ഞടാ? ഞാൻ മുഅ്മിനൻ എന്ന് ഖുർആനിലുള്ള വചനം തന്നെയല്ലടോ കളവാ പറഞ്ഞത്. കണ്ണട വെച്ചിട്ട് നിനക്ക് കണ്ണ് കാണാത്തത് എന്റെ കുഴപ്പമാണോ? ആണോ? എന്നിട്ട് ആ ജാമിദയെ വെള്ള പൂശാൻ വേണ്ടിയിട്ട് ഈ മറുനാടൻ തന്റെ വായനക്കാരനെ ഉപയോഗിച്ച് ഓളെ വെള്ളയടിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഓള് സാമൂഹിക പരിഷ്കർത്താവും ലോകത്ത് ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ട ഏറ്റവും ഉയർന്ന മദർ തെരേസയേക്കാൾ ഏറ്റവും ഉയരത്തിലാണ് എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് കള്ള നാണയങ്ങളുടെ ഒരു പ്രവൃത്തി നോക്കി നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇനി കാമിതയുടെ നാശനാളുകളാണ് പഠിച്ചിട്ടുള്ളത്. ഇപ്പൊ കാമിതയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കാമം മൂത്ത് നടക്കുന്നത് നിന്റെ പെറ്റ തള്ളയായിരിക്കും, ഞാനല്ല കേട്ടോ. നിന്റെ അമ്മയെ വിളിക്കുന്ന വാചകങ്ങളൊന്നും ഇവിടെ എന്നെ നീ വിളിക്കരുത് കേട്ടോ. ഒരു തെമ്മാടിച്ച് വന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും. അവളുടെ ജീവിതവും പൂർവ്വചരിത്രവും എന്താണ് എന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം. അവളിപ്പോ നിങ്ങൾക്കൊരു പ്രവാചകയായിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അതൊന്നും ഇവിടെ എന്റെ അടുത്തെടുത്ത് വിളമ്പണ്ട കേട്ടോ. അവള് നിന്റെ നബിയെ പറഞ്ഞതിന്റെ, നിന്റെ പ്രവാചകന്റെ മാതാവിനെ പറഞ്ഞതിന്റെ ഒരംശം പോലും ലോകത്തിൽ ഒരു യുക്തിവാദിയും ഒരു നിരീശ്വരവാദിയും ഒരു ഇസ്ലാമിനെയും പറഞ്ഞിട്ടുണ്ടാവില്ല. അവളിപ്പോ നിങ്ങൾക്ക് ഭയങ്കര പരിഷ്കർത്താവല്ലേ? കാമിതയുടെ വെപ്പാട്ടം കടന്നു വരുന്നുണ്ട്. വെപ്പാട്ടൻ നിന്റെ തന്ത, അതും നിന്റെ തള്ളയുടെ കേട്ടോ. നിന്റെ തള്ളയ്ക്ക് വെപ്പാട്ടനായിട്ടുള്ള നിന്റെ തന്തയിൽ ഉണ്ടായതാണ് നീ. അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ വന്നിരുന്ന് പറയാൻ പറ്റുന്നത്. എടാ, 5 നേരം നിസ്കരിക്കുന്ന ഒരു മുസ്ലിമിന് ഇങ്ങനെ പറയാൻ പറ്റണ്ടടാ. എന്നാലല്ലേടാ നിന്റെ ഈ കാമം പിടിച്ച മതം എന്താണ് എന്ന് ജനങ്ങൾ അറിയൂ. നിന്റെയൊക്കെ സംസ്കാരം എന്താണ് എന്ന് ജനങ്ങൾ അറിയൂ. നീയൊക്കെ പറയണോടാ, ഇങ്ങനൊക്കെ തന്നെ വന്ന് നീയൊക്കെ പറയണം. അതൊക്കെ ഞാൻ വ്യക്തമായിട്ട് ഒരു വ്ളോഗിൽ പറയുന്നുണ്ട്. ഇനി ഇപ്പൊ ഇത്രയും മതി, തുടരും. തീർച്ചയായിട്ടും തുടരണം. ഈ കാമിതയുടെ കാമകഥയും അത് നിന്റെ അമ്മയുടെ കാമകഥ. നിന്റെ ഉമ്മ നിന്റെ ഉപ്പാടെ കൂടെ പോയതും
നിന്റെ ഉപ്പ പല വെപ്പാട്ടികളെ വെച്ചോണ്ടിരുന്നതും അതിനകത്ത് കാണിച്ചിട്ടുള്ള കാമകഥകളും നീ നിന്റെ കുടുംബത്തെ ആദ്യം പറഞ്ഞു മനസ്സിലാക്കുക കേട്ടോ. നിന്റെ വാപ്പാടെയും നിന്റെ ഉമ്മാടെയും കാമഭ്രാന്താണ് നീ എന്ന ഒരു പ്രോഡക്റ്റ്. ഇത് കൊടുത്തു വാങ്ങിയതാണേ, ഞാനായിട്ട് പറഞ്ഞതല്ലേ. വസ്തുതാപരമായിട്ടാണ് വിമർശിക്കുന്നതെങ്കിൽ വസ്തുതാപരമായിട്ട് തന്നെ വിമർശിക്കും. വ്യക്തിപരമായിട്ട് എന്നെ അധിക്ഷേപിച്ചാൽ തിരിച്ചു നോക്കി നിൽക്കാനൊന്നും എനിക്ക് പറ്റില്ല, തിരിച്ച് അതേ നാണയത്തിൽ കിട്ടും. സഫീനയുടെ പോരാട്ടവും തുടർന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇത് തുടർന്ന് അല്ല, അവരുടെ പോരാട്ടം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. യഥാർത്ഥ ഒരു വിശ്വാസി തീർച്ചയായിട്ടും കേൾക്കണം. അത് കേട്ടിട്ടില്ലെങ്കിൽ പിന്നെ എന്തോ കേൾക്കാനുള്ളത്? അത് കേൾക്കണ്ടേ? അത് കേട്ടിട്ടില്ലെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ പകുതി പോയി. ഉറപ്പായിട്ടും അത് പോരാട്ടമല്ലേ ബീവിയുടെ ഉണ്ടാക്കിയത്? തിരുനബിയ നിന്റെ മുഹമ്മദ് നബി ഉണ്ടാക്കിയത് എത്ര ആണുങ്ങളോടെ കിടന്നിട്ടാടാ? അതൊന്ന് പറയാൻ പറഞ്ഞാണ്. എത്ര ആണുങ്ങളോടെ കിടന്നിട്ടാണ് അവൾ ഉണ്ടാക്കിയത്? മുഹമ്മദ് നബി എത്ര ആണുങ്ങളോട് കിടന്നിട്ടാണ് അതിന്റെ തിരുനബി ഉണ്ടാക്കി ഇറക്കിയത്? അതൊന്ന് പറഞ്ഞാണ്ടാ മൈരെ പൂറി മോനെ. നീ കന്യാമറിയത്തിന്റെ തലയിലോട്ട് കയറുന്നതിന് നിന്റെ ആമിനെ പൂശിയത് ആരാടാ? നബിയുടെ തള്ളയെ പൂശിയത് ആരാടാ? തേവിടിക്ക ഉണ്ടായ പൂറി മോനെ, പഞ്ചായത്ത് വഴിക്കുണ്ടായ സൈതലമേ പട്ടിത്തായോളി. നീ ഉസ്താവിന്റെ മുമ്പിൽ പോയി കുനിഞ്ഞു വിടാ മൈരെ. ഇതൊക്കെ ഇവനുള്ളതാ. ആർക്ക്? ഇവൻ പറഞ്ഞില്ലേ എന്നെ കുറിച്ച് തെമ്മാടിച്ചി എന്ന് പറഞ്ഞില്ലേ, അത് ഈ തെമ്മാടിക്കുള്ളതാ. ഇതുപോലെ ആരടാ നിന്റെ നബിയെ പറഞ്ഞിട്ടുള്ളത്? ആരടാ നിന്റെ ആമിനായെ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ? ഇവര് നിങ്ങൾക്ക് ഭയങ്കര പോരാട്ട സാഹസിക വനിതയായി മാറിയല്ലേ. ഇവരുടെ പണം തട്ടിക്കാനുള്ള ഐഡിയാസും വ്യക്തിപരമായി എന്നെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി മുസ്ലിങ്ങളെ കൂട്ടുപിടിച്ചിട്ടുള്ള ഈ കൂട്ടുകച്ചവടവും അധികം വൈകാതെ തന്നെ ഞാൻ പൊളിച്ചടുക്കും. ജനങ്ങളുടെ മുമ്പിൽ ഞാനത് കൊണ്ടുവന്ന് നിർത്തും. നോക്കിക്കോ, തീർന്നിട്ടില്ല. കാരണം പോരാട്ട വനിത ഇസ്ലാമിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതല്ലേ. അപ്പൊ പിന്നെ ഇവനത് അറിയണ്ടേ? ഈ വ്യഭിചാരവും വേലിചാട്ടവും ഒക്കെ ഈ നിരീശ്വരവാദികളല്ല ആദ്യം തുടങ്ങിയത്. 1400 വർഷങ്ങൾക്ക് മുൻപ് നിന്റെ എന്താ അവന്റെ പേരെന്തുവാ, മമ്മദോളി, അവന്റെ തള്ളയാണ് തുടങ്ങി വെച്ചത്. ആരിൽ നിന്നോ ഉണ്ടായ ഗർഭം, അത് 4 വർഷമായി എന്റെ വയറ്റിൽ കിടക്കുന്ന ദിവ്യഗർഭം എന്ന് പറഞ്ഞ് നാട്ടുകാർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത ആദ്യത്തെ വെടി ആമിനെയാണ്. തള്ളക്കുണ്ടായ മകൻ അതിനേക്കാൾ വലിയ വ്യഭിചാരിയാണ്. അപ്പൊ ഈ വ്യഭിചാരം എന്ന ഒരു സിസ്റ്റം തന്നെ ലോകത്തിന് സംഭാവന ചെയ്ത് നിന്റെ മതമാണ്. നീ വിശ്വസിക്കുന്ന നിന്റെ മതം, ആ മതത്തിൽ ഇങ്ങനെ ഒരു വ്യഭിചാരം ഉണ്ട് എന്നുള്ളത് കൃത്യമാണ്. അതിനനുബന്ധമായി അടുത്തെന്താ നടന്നേ? അമ്മയുടെ വയസ്സുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുകയാണ്. തെറ്റല്ല, നല്ല കാര്യമാ. അമ്മയുടെ പ്രായമുള്ള ഒരുത്തിയെ കല്യാണം കഴിച്ചു. ഞാൻ വിചാരിച്ചു ഇയാൾ ഭയങ്കര നവോത്ഥാന നായകനാണ്. അതൊരു വലിയ കാര്യമാണ്. മാത്രമല്ല 2 വിവാഹം കഴിച്ച് നഷ്ടപ്പെട്ടു പോയി. 3ാമത്തെ വിവാഹത്തിലാണ് ഇവരെ കിട്ടുന്നത് പെണ്ണ് ഖദീജമ്മ. അത് നല്ലൊരു കാര്യമാണ്. മതിയോടാ കിളവ? മതിയോ നിനക്ക്? ജാമിത കള്ളം പറഞ്ഞെന്നല്ലേ, തെമ്മാടിച്ചിയാണെന്നല്ലേ, തെമ്മാടിച്ചിക്കുണ്ടായവനെ. ഒരു മതത്തിന്റെ തെമ്മാടിത്തത്തെ സംബന്ധിച്ച് വസ്തുനിഷ്ഠമായി മാത്രമേ ജാമിത സംസാരിച്ചിട്ടുള്ളൂ. നീ തെമ്മാടിച്ചി എന്ന് വിളിച്ചാൽ നിന്റെ തള്ളയെ വിളിക്കും ഞാൻ തെമ്മാടിച്ചിന്ന്. കാരണം ആ തെമ്മാടിച്ചിക്കുണ്ടായത് കൊണ്ടും ആ തെമ്മാടിത്തരം ജീവിതത്തിൽ പകർത്തിയത് കൊണ്ടും അങ്ങനെ തെമ്മാടിയായിട്ട് ജീവിച്ചത് കൊണ്ടുമാണ് പബ്ലിക്കിൽ വന്നും നിനക്ക് അതേ തെമ്മാടിത്തരം തന്നെ പറയാൻ നിനക്ക് നാവ് പൊങ്ങിയത്. ഞാൻ പറയാത്ത കാര്യമാണ് നീ ഞാൻ പറഞ്ഞെന്ന് പറയുന്നത്. ഞാൻ ആ വചനം പറഞ്ഞിട്ടില്ല. ഞാൻ മുസ്ലിം എന്ന പദം പ്രയോഗിച്ചിട്ടില്ല. ഞാൻ പറയാത്ത കാര്യം എന്റെ തലയിൽ നീ വച്ച് കെട്ടുവാണ് ചെയ്തത്. ശരിക്ക് പറഞ്ഞാൽ ആ തെമ്മാടിത്തരം പിടിച്ച മതത്തിൽ ജനിച്ച നിനക്കിത് പറയാൻ പറ്റണം. മനസ്സിലായ? യൂട്യൂബിൽ ആറാമായിട്ടുള്ള പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജാമിദയെ ചൊറിയാൻ ഇറങ്ങിയതാ. അപ്പൊ ജാമിദ എന്താണ് ലിറ്ററേച്ചർ ഫെസ്റ്റിൽ പറഞ്ഞതെന്ന് കേട്ടിട്ടെങ്കിലും ഇറങ്ങണ്ടടാ. ഏടാ കിളവാ, കണ്ണട വെച്ചിട്ട് നിനക്ക് കണ്ണ് കാണുന്നില്ലടാ. എന്താണ് ഞാൻ പറഞ്ഞതെന്ന് നിനക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ലടാ. അതുകൊണ്ട് നീ പോയിട്ടേ അറിയുന്ന ആരെങ്കിലും പറഞ്ഞു വിട് കേട്ടോ. ഇനിയും വരണേ, വ്ളോഗ് ഉണ്ടാക്കിക്കൊണ്ട് വരണേ, വീഡിയോ ഉണ്ടാക്കിക്കൊണ്ട് വരണേ, ഇവരുടെ പോരാട്ട വീര്യം ഇനിയും കൊണ്ടുവരണേ. അപ്പോഴേ മുസ്ലിങ്ങളെല്ലാവരും ഓരോ വീടുകളിലും വ്യഭിചാരശാലകൾ നടത്തുന്നവരാണ് എന്ന് ഈ പോരാട്ട വനിത പറഞ്ഞ കാര്യം എനിക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പറ്റൂ. 100 കണക്കിന് ക്ലബ് ഹൗസ് ഡിബേറ്റുകൾ കിടപ്പുണ്ട്. മുസ്ലിങ്ങളെ, ഇസ്ലാമിനെ, മുഹമ്മദിനെ, ഖുർആനിനെ ഒക്കെ പറഞ്ഞത് ഒരെണ്ണം കൂടി ഒന്ന് കേൾക്കാല്ലേ, എനിക്ക് അങ്ങോട്ട് തൃപ്തിയാകുന്നില്ല.
നിന്റെ പോരാട്ട വനിതയുണ്ടല്ലോ ഖുർആനിനെ പറഞ്ഞത് കുത്തുപുസ്തകമെന്ന. ജാമിദ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ജാമിദ മാന്യമായി ഖുർആനിന്റെ വചനങ്ങൾ എടുത്തു മാത്രമേ വിമർശിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ ജാമിദ ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞു എന്ന് നിങ്ങളൊന്ന് തെളിയിക്കേ. ഔട്ട് സ്പോക്കൺ എന്ന തക്കാളി, അൽ തക്കാളി അൽ പത്തലും അൽ കൊണക്കലും, അതാണ് മൊത്തത്തിലുള്ള റിപ്പോർട്ട്. കുത്തുകുത്തവും കുത്തുനെവിയും കുത്തലവലാതി തായോളികളും നാണം കെട്ട ഖുർആാനും കത്തിച്ച് അവന്റെ ചെവിക്കലുകളൊക്കെ ഒരു അടിയും കൊടുത്ത് പട്ടികളെ വല്ല കടലിലും കൊണ്ട് കളയണമായി. അതോടെ നാട് സ്വസ്ഥതയാവും. കേട്ടോ തക്കാളികൾ. അപ്പൊ അതും കേട്ടില്ല. കുത്തുപുസ്തകം കത്തിച്ച് ഈ ഡാഷുകളെ കൊണ്ടുപോയി കടലിൽ വല്ലതും എറിയണമെന്ന്. അപ്പൊ നവോത്ഥാന നായികയെ കുറിച്ചിട്ട് പഠിച്ചിട്ട് വേണ്ടേ കിളവ വരാന്? എന്തോ അറിയാൻ കിളവ, എന്തോ പഠിച്ചിട്ടാണ് കിളവ വന്നേക്കുന്നത്. ജാമിദായി അങ്ങ് ഞൊട്ടാന് പഠിച്ചിട്ട് വാടോ. ഡിബേറ്റിനിരിക്കാം, പഠിച്ചിട്ട് വാ. പിന്നെ നിന്റെ ഉമ്മായെ വിളിക്കുന്ന തെമ്മാടിച്ചി എന്ന പദമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അടിച്ച് പല്ലുണ്ടെങ്കിൽ പല്ല് ഞാൻ ഇളക്കും. നിന്റെ അടിച്ച് ചേരിപ്പൂര് നിന്റെ ചെകിടടിച്ച് ഞാൻ പൊളിക്കും. തെമ്മാടിച്ചി എന്നൊക്കെ നിന്റെ തള്ളയെ വിളിച്ചോണം കേട്ടോ. അതല്ലെങ്കിൽ നീ കെട്ടിയിരുത്തിയിരിക്കുന്ന നിന്റെ മറ്റവള് തെമ്മാടിച്ചി ആയിരിക്കും, അവളെ വിളിച്ചോണം. അതല്ലെങ്കിൽ നീ പ്രോഡക്റ്റുകളെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവളുമാരെ വിളിച്ചോണം തെമ്മാടിച്ചി എന്നൊക്കെ. അതല്ലെങ്കിൽ നിസ്കരിക്കാനിരിക്കുമ്പോൾ മുകളിലോട്ട് നോക്കി വിളിക്കണം നിന്റെ പടച്ചോനെയും നിന്റെ റസൂലിനെയും ഒക്കെ. തെമ്മാടിത്തരം ചെയ്തത് അവരാണെങ്കിൽ അവരെ വിളിക്കണം, അല്ലാതെ എന്നെ അല്ല വിളിക്കണത്. എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വന്ന് ഞാൻ നിന്റെ മോന്ത അടിച്ച് ഞാൻ പറിക്കും. നിനക്ക് എന്നെ നന്നായിട്ട് അറിയില്ല കേട്ടോ. മര്യാദക്കാണെങ്കിൽ മര്യാദക്ക്, മര്യാദ വിട്ടിട്ടാണെങ്കിലേ എനിക്കും അറിയാം അതേ രൂപത്തിൽ തന്നെ പ്രതിരോധിക്കാൻ. നന്ദി.